യെസ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതുകയാണ്. 2 മണി പിന്നിടുന്നു. മൊത്തം 7 മണിക്കൂർ വോട്ടെടുപ്പിന്റെ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 50-ന് മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തുന്നുവെന്നാണ് കാഴ്ച. SIR-നെ തുടർന്ന് ഇത്തവണ പോളിംഗ് ശതമാനം 80 കടക്കുമെന്നാണ് വിലയിരുത്തൽ. രാവിലെ മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പോളിംഗ് ബൂത്തുകളിൽ പ്രകടമാകുന്ന തിരക്ക് ഇതാണ് സൂചിപ്പിക്കുന്നത്. 90% കടക്കുമെന്ന പ്രതീക്ഷയും നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പങ്കുവച്ചു കഴിഞ്ഞു. പോളിംഗ് ശതമാനത്തിന്റെ വിവരങ്ങൾ, വിവിധ ജില്ലകളിലെ നിലവിലെ അവസ്ഥ തുടങ്ങിയവയൊക്കെ പറയാൻ, പ്രേക്ഷകരെ അറിയിക്കാൻ നമ്മുടെ പ്രതിനിധികൾ തയ്യാറാണ്. ആദ്യം നമ്മൾ പോകുന്നത് സൈഫ് സൈലാബിദിനിലേക്ക്. സൈഫ്, നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അവിടെ വന്ന് വോട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. 90-ന് മുകളിൽ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഇപ്പോൾ 7 മണിക്കൂർ പിന്നിടുമ്പോൾ 50-ന് മുകളിൽ, ഏറെക്കുറെ 55-ലേക്ക് എത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് പെർസെൻറ്റേജിന്റെ കാര്യത്തിൽ, ആളുകളുടെ വർദ്ധിതമായ ആവേശത്തിന്റെ കാര്യത്തിൽ മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ഒന്നായിരിക്കും? അവസാനത്തെ വോട്ടറും വോട്ട് ചെയ്ത് കഴിയുമ്പോൾ എവിടം വരെ എത്താൻ സാധ്യതയുണ്ട് സൈഫ്? സൈഫ് പറഞ്ഞ് അവസാനിപ്പിച്ചത് പറഞ്ഞു തുടങ്ങണമെന്ന് കരുതി നിൽക്കുകയായിരുന്നു ഞാൻ. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മാറാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അതും പേഴ്സൻറ്റേജിന്റെ കാര്യത്തിൽ, വോട്ടർമാരുടെ പങ്കാളിത്തത്തിന്റെ കാര്യത്തിലെല്ലാം അങ്ങനെ ഒരു ചരിത്രം തിരുത്തിക്കുറിക്കുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്. കാരണം ഇപ്പോൾ 1 മണിക്കുള്ള ഔദ്യോഗിക കണക്ക് പ്രകാരം ഏതാണ്ട് 51% കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഒഫീഷ്യൽ കണക്ക് ചിലപ്പോൾ 3 മണിയോട് കൂടി എത്തിച്ചേരുന്നുള്ളൂ. അല്ലാതെ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 56% അടുപ്പിച്ച് ആ പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ടാകാം. ഇനി 4 മണിക്കൂറുണ്ട്. ഈ 4 മണിക്കൂർ കൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടി, നേരത്തെയുള്ള പോളിംഗ് ശതമാനത്തെ മറികടക്കാൻ വേണ്ടി കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 80-ന് മുകളിലാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ 80-ന് മുകളിൽ ഉണ്ടാകും എന്ന് പറയുന്നു. അതേതെങ്കിലും തരംഗത്തിന്റെ സൂചനയാണോ എന്ന് അവരോട് ചോദിക്കുമ്പോൾ അത് SIR-മായി ബന്ധപ്പെട്ട് ഒരു വോട്ടർ പട്ടികയിൽ ഒരു ക്രമീകരണം ഉണ്ടായല്ലോ, അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അതുണ്ടായത്. പക്ഷേ വോട്ടർമാരുടെ നീണ്ട നിര ഈ പോളിംഗ് ബൂത്തുകൾ കാണുമ്പോഴാണ് അതിനകത്ത് ആ പറയുന്നത് തന്നെയാണോ ഇതിന്റെ വസ്തുത എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഇല്ലാതായി പോകുന്നത്. എന്തായാലും ജനങ്ങൾ ഏറ്റെടുത്തു തെരഞ്ഞെടുപ്പിന് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാവിലെ 6:30 മുതൽ തിരുവനന്തപുരത്തെ വിവിധ ബൂത്തുകളിൽ നമ്മൾ പോകുന്നുണ്ട്. നമ്മളെ വിവിധ പ്രതിനിധികൾ പോകുന്നുണ്ട്. ഞാൻ തന്നെ വിവിധ ബൂത്തുകളിൽ പോയി. അവിടെ എല്ലാം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. 10 മണിവരെ നമ്മൾ നോക്കുമ്പോൾ പ്രായമായ ആൾക്കാരാണ്, ഒരു 70 വയസ്സിന് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായും രാവിലെ വന്ന് വോട്ട് ചെയ്തത്, ഒരു 10 മണിവരെ. അതിനുശേഷം നമ്മൾ കാണുന്നത് മധ്യവയസ്കരായ ആൾക്കാരെ, യുവാക്കളെയും ആണ്. കാരണം ഈ കനത്ത ചൂടനുഭവപ്പെടുന്നുണ്ട് തലസ്ഥാനത്ത്. എന്നിട്ടും ആൾക്കാർ രാവിലെ, പ്രായമായവർ രാവിലെ വന്ന് വോട്ട് ചെയ്തിട്ട് പോയി. മറ്റുള്ളവർ ആ ചൂടിനെ അവഗണിച്ചും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നത് ഒരു ശുഭസൂചനയായി, ജനാധിപത്യത്തിന്റെ ഒരു ശുഭസൂചനയായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പങ്കുവച്ചത് 90-ന് മുകളിലേക്ക് പോകും എന്നാണ്. 2,71,00,000 വോട്ടർമാർ, 90% വോട്ട് അങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു അത്യപൂർവ സംഭവമായി അത് മാറും. 23 ദിവസമാണ് പരസ്യപ്രചരണം നീണ്ടുനിന്നത്. ആ 23 ദിവസം നീണ്ടുനിന്ന പ്രചരണം ജനങ്ങളുടെ ഉള്ളിൽ തട്ടി എന്നതിന്റെ തെളിവായി കൂടി നമുക്ക് ഇതിനെ കാണാം. ഒന്നുകിൽ ഏതെങ്കിലും മുന്നണിയെ വലിച്ചെറിയാൻ, അല്ലെങ്കിൽ ആരെങ്കിലും ചേർത്ത് പിടിക്കാൻ എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു തരംഗ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അതും പ്രവചിക്കാൻ കഴിയുന്നില്ല. എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ ജനങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ആ പോളിംഗ് ശതമാനം അത് കഴിഞ്ഞ തവണത്തെ മറികടന്ന് പോകും എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഞാനിപ്പോൾ നിയമസഭയുടെ മുമ്പിൽ നിൽക്കുകയാണ്. മറ്റൊരു പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിനിടയിൽ ഈ നിയമസഭയിലേക്ക്, 16-ാം കേരള നിയമസഭയിലേക്ക് ആരൊക്കെ വരും എന്ന് നമുക്ക് എന്തായാലും മെയ് 4 വരെ കാത്തിരിക്കാം. പക്ഷേ ജനങ്ങൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 4 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. സൈഫുദ്ദീൻ, നൗഫൽ. സൈഫ് സൈലാബിദ്ദീനാണ് ഈ വർദ്ധിച്ചു വരുന്ന പോളിംഗ് ശതമാനത്തെക്കുറിച്ച് പറയുന്നത്. സൈഫ്, തിരുവനന്തപുരത്തെക്കുറിച്ച് പ്രത്യേകമായി നമുക്ക് പറയുകയാണെങ്കിൽ, തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ത്രികോണ പോരാട്ടം നടക്കുന്നത്. അതിൽ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, കാട്ടാക്കട തുടങ്ങിയ മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളുടെ ശതമാനം നമ്മൾ പ്രത്യേകം എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാളും കൂടാനുള്ള സാധ്യത അവിടെയുണ്ടോ? ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകൾ ഈ ഉച്ച സമയത്തും കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നൗഫൽ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നൗഫൽ ഇപ്പോൾ ചോദിച്ചത്. ഈ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ, അതായത് തിരുവനന്തപുരം സെൻട്രൽ, അതുപോലെ തന്നെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം,
മണ്ഡലങ്ങളിൽ, കാട്ടാക്കട അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നുണ്ട്. ആ പോളിംഗ് ശതമാനം ഏതാണ്ട് കഴിഞ്ഞതിനെ മറികടന്ന് പോകും എന്നതിൻ്റെ കൃത്യമായ സൂചന നൽകിക്കൊണ്ടാണ് ആ പോളിംഗ് ശതമാനം വർദ്ധിച്ച് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 1 മണിവരെയുള്ള തിരുവനന്തപുരം ജില്ലയിലെ മാത്രം കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 49.32% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ മാത്രം. അതിപ്പോൾ ഏതാണ്ട് ഒരു 54 അടുപ്പിച്ച് എത്തിയിട്ടുണ്ടാവും. വർക്കലയിൽ 45% പോളിംഗ് രേഖപ്പെടുത്തി, ആറ്റിങ്ങലിൽ 45 ഉണ്ട്. നെടുമങ്ങാട് ആണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 51% പോളിംഗ് രേഖപ്പെടുത്തി, 51.64% പോളിംഗ് രേഖപ്പെടുത്തി. പിന്നീടുള്ളത് കഴക്കൂട്ടം. ഏറ്റവും ഗംഭീരമായ പോരാട്ടം നടക്കുന്ന കഴക്കൂട്ടത്ത് 52.5% പോളിംഗ് ആണ് 1 മണിവരെ രേഖപ്പെടുത്തിയത്. ഇപ്പോൾ അതൊരു 60 അടുപ്പിച്ച് എത്തിക്കാണും. അങ്ങനെ ജനങ്ങൾ അവിടുത്തെ ആ പ്രചരണത്തെ സ്വീകരിച്ചു എന്നതായി കാണാൻ കഴിയേണ്ടത്. നേമത്ത് 51.49% പോളിംഗ് രേഖപ്പെടുത്തി. അതായത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരം എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നേമം എന്ന് തന്നെ നമ്മൾ സംശയങ്ങൾക്ക് ഇട നൽകാതെ പറയും. അവിടെയാണ് 51% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വട്ടിയൂർക്കാവ് മറ്റൊരു ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. അവിടെ 52% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്നു. അത് ആർക്കനുകൂലം എന്ന് പ്രവചിക്കാൻ അസാധ്യമാകുന്ന തരത്തിൽ ജനങ്ങൾ കൂട്ടത്തോടെ ഇങ്ങനെ ബൂത്തുകളിലേക്ക് ഒഴുകി വരികയാണ് ഈ വെയിലിനെ അവഗണിച്ചും. അത് എന്തിൻ്റെ സൂചനയാണ് എന്ന് നമുക്ക് കാത്തിരിക്കാം. വൈകുന്നേരം വരെ എന്തായാലും നീണ്ട നിരയുണ്ടാകും. ഇപ്പോൾ ചെറുപ്പക്കാരെയാണ് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നത്. വൈകുന്നേരത്തോടു കൂടി ഈ 10 മണിക്ക് ശേഷം വരാതിരുന്ന ആൾക്കാർ വൈകുന്നേരം വെയിൽ കുറഞ്ഞിട്ട് ഇറങ്ങാൻ കാത്തിരിക്കുകയായിരിക്കും. ഒരുപക്ഷെ 3 മണി 4 മണിയോട് കൂടി വീണ്ടും പോളിംഗ് ബൂത്തുകളിൽ രാവിലെ ഉണ്ടായതിനേക്കാൾ തിരക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. നൗഫൽ. ശരി, 72.06 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ ആകെ പോളിംഗ്. അത് ഇപ്പോൾ തന്നെ എന്ന് വെച്ചാൽ 2 മണി പിന്നിടുമ്പോൾ തന്നെ 50-55 എത്തിയിരിക്കുന്നു. എന്താണ്